ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. 20ാമത് G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലെത്തും. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉടൻ പൂർത്തിയാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘത്തെ ഏറ്റുമുട്ടലിൽ കീഴ്പ്പെടുത്തി പഞ്ചാബ് പോലീസ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് വൈകിട്ട് 3-ന് അവസാനിക്കും. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ പനോരമയ്ക്ക് ഇന്ന് തുടക്കം. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ മൂല്യവർദ്ധന ശക്തിപ്പെടുത്തൽ എന്ന ആശയത്തിലൂന്നി ഇന്ന് ലോക ഫിഷറീസ് ദിനം. വാർത്തകൾ വിശദമായി. 20ാമത് G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലെത്തും. ആഗോള വെല്ലുവിളികൾ ചർച്ച ചെയ്യുന്നതിനുള്ള അവസരമായിരിക്കും G20 ഉച്ചകോടിയെന്ന് യാത്ര പുറപ്പെടുന്നതിന് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങൾ. ഗ്ലോബൽ സൌത്തിൽ നടക്കുന്ന തുടർച്ചയായ 4ാമത്തെ G20 ഉച്ചകോടിയാണ് ഇത്തവണ ജോഹന്നാസ്ബർഗിൽ ചേരുന്നത്. G20 അജണ്ടയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ അവതരിപ്പിക്കും. ഉച്ചകോടിയുടെ 3 സെഷനുകളെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന അവസരമാണെന്ന് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതി പ്രഭാത് കുമാർ പറഞ്ഞു. ജോഹന്നാസ്ബർഗിലെ ഇന്ത്യൻ പ്രവാസികളും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ISIയുടെ പിന്തുണയുള്ള ഭീകര സംഘത്തെ ലുധിയാനയിൽ നടന്ന ഏറ്റുമുട്ടലിൽ പഞ്ചാബ് പോലീസ് കീഴ്പ്പെടുത്തി. ഏറ്റുമുട്ടലിൽ 2 ഭീകരർക്ക് പരിക്കേറ്റു. ഇവരിൽ നിന്ന് അത്യാധുനിക ആയുധങ്ങൾ കണ്ടെടുത്തു. ഡൽഹി ചുവപ്പുകോട്ട ഭീകരാക്രമണത്തിൽ 4 പ്രധാന പ്രതികളെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ജമ്മുകാശ്മീരിൽ നിന്നുള്ള ഡോക്ടർ മുസമ്മിൽ, ഡോക്ടർ അദീൽ അഹമ്മദ്, മുഫ്തി ഇർഫാൻ, ഉത്തർപ്രദേശിൽ നിന്നുള്ള ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6ആയി. വികസനത്തെ തടസ്സപ്പെടുത്താതെ ആഗോള കാലാവസ്ഥാ ലക്ഷ്യങ്ങളിൽ സംഭാവന ചെയ്യാൻ എല്ലാ രാജ്യങ്ങളും തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ബ്രസീലിലെ ബെലമിൽ നടന്ന COP30 നീതിയുക്ത പരിവർത്തനത്തെക്കുറിച്ചുള്ള 3ാം വാർഷിക മന്ത്രിതല വട്ടമേശ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഏകപക്ഷീയ വ്യാപാര നിയന്ത്രിത നടപടികൾ തുല്യതയെയും നീതിയെയും ദുർബലപ്പെടുത്തുമെന്നും ശ്രീ ഭൂപേന്ദ്ര യാദവ് അഭിപ്രായപ്പെട്ടു. പരമ്പരാഗത ഔഷധ മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജർമ്മനിയും ധാരണയായി. ബെർലിനിൽ നടന്ന 3ാമത് പ്രവർത്തക സമിതി യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. പരമ്പരാഗത ഔഷധം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഇൻഡോ ജർമ്മൻ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഇതെന്ന് ആയുഷ് മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. വ്യാപാരം, പ്രതിരോധം, സുരക്ഷ, സാങ്കേതികവിദ്യ എന്നിവ ഉൾപ്പെടെ ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധത്തിൽ എല്ലാ മേഖലയിലും ശ്രദ്ധേയമായ വികാസം ഉണ്ടായിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ 16ാമത് വിദേശകാര്യ മന്ത്രിതല ചർച്ചയിൽ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങിനൊപ്പം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉടൻ പൂർത്തിയാകുമെന്നും അദ്ദേഹം അറിയിച്ചു. We have seen a remarkable expansion across all pillars of cooperation, including trade and investment, defense and security, education and skills, research and innovation, science, technology, space, energy, and so on. Our growing partnership owes much to the guidance and vision of our prime ministers. Our trade and investment linkages have also grown steadily, and the ongoing negotiations on the Comprehensive Economic Cooperation Agreement. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ട്രേഡ് യൂണിയനുകളുടെയും തൊഴിലാളി സംഘടനകളുടെയും പ്രതിനിധികളുമായി ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നു. ധനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന 10ാമത് പ്രീ ബജറ്റ് ചർച്ചയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 128ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മലയാള പരിഭാഷയും തുടർന്ന് ഉണ്ടായിരിക്കും. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ ജനങ്ങൾക്ക് മൻ കി ബാത്തിനെക്കുറിച്ചുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 28 വരെ സമർപ്പിക്കാം. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും പുതിയ സെക്രട്ടറിമാരെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നീരജ് മിത്തലും ഫാർമസ്യൂട്ടിക്കൽ സെക്രട്ടറിയായി മനോജ് ജോഷിയും നിയമിതരായി. അംഗപരിമിതരുടെ ശാക്തീകരണത്തിനുള്ള വകുപ്പിന്റെ സെക്രട്ടറിയായി
വി വിദ്യാവതിയെ നിയമിച്ചു. അമിത് അഗർവാൾ ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് സെക്രട്ടറിയായും ശ്രീവാസ്ത കൃഷ്ണ ടൂറിസം സെക്രട്ടറിയായും നിയമിതരായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 3 മണിവരെ പത്രിക സമർപ്പിക്കാം. ഇതുവരെ 95,369 പത്രികകളാണ് ലഭിച്ചത്. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. ഡിസംബർ 9, 11 തീയതികളിലായി 2 ഘട്ടമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 13-നാണ് വോട്ടെണ്ണൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണത്തിനും അവബോധത്തിനുമായി നിരവധി നടപടികൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേഷൻ ഫോം വിതരണം 99.5% പിന്നിട്ടതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മൃതി M. പള്ളുരുത്തി. എന്യൂമറേഷൻ ഫോമുകൾ സ്വീകരിക്കുന്നതിനും അവ അപ്ലോഡ് ചെയ്യുന്നതിനുമായും കളക്ഷൻ ഹബ്ബുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവും സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ബൂത്തുകളിൽ 100% ഡിജിറ്റൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ BLOമാരെ അഭിനന്ദിക്കുന്ന നടപടികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കം കുറിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്കിടയിലുള്ള വ്യക്തിഗത അനുഭവങ്ങൾ ഓരോ മിനിറ്റ് വീതമുള്ള വീഡിയോ ആക്കി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാനും ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് വരെ 99.5% എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതി അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തുടർന്ന് തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റി. കേസിലെ 8ാം പ്രതിയാണ് A. പത്മകുമാർ. ശബരിമല ദർശനത്തിന് അനുവദിക്കുന്ന പ്രതിദിന സ്പോട്ട് ബുക്കിംഗ് തിങ്കളാഴ്ച വരെ 5000 ആയി നിജപ്പെടുത്തി. നിലയ്ക്കൽ, വണ്ടിപ്പെരിയാർ കേന്ദ്രങ്ങളിൽ മാത്രമാകും സ്പോട്ട് ബുക്കിംഗ് ലഭ്യമാവുക. പമ്പ, എരുമേലി, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവച്ചു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷം കൂടുമ്പോൾ നടക്കുന്ന മുറജപത്തിന് തുടക്കമായി. തന്ത്രി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. മുറജപത്തിന്റെ ഭാഗമായി ജനുവരി 10 വരെ നടക്കുന്ന കലാപരിപാടികളിൽ രാജ്യത്തെ പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കും. തെന്നിന്ത്യൻ സിനിമാ താരം റാണ ദഗുപതി കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിൽ തിരിതെളിഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വർണ്ണാഭമായ ടാബ്ലോകൾ ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂട്ടി. ചലച്ചിത്രമേളയുടെ ഭാഗമായ വേവ്സ് ഫിലിം ബസാർ കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടന്റ് സൃഷ്ടാക്കൾക്കും ലോകത്തിനുമിടയിലെ കണ്ണിയായി ഫിലിം ബസാർ നിലകൊള്ളുമെന്ന് അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. Every year, our IFFI was there in Shyam Prasad Mukherjee Stadium with the cultural event. Then our IFFI starts. But this year, our Minister Sri Ashwin Vaishnavji and Chief Minister Goa, they thought this we have to do differently. The parade exhibits various states' cultural tradition and Goa's 12 talukas, various cultural activities and from various states. ഇന്ത്യൻ പനോരമ ഇന്ന് 2 ചിത്രങ്ങളുടെ പ്രദർശനത്തോടെ ആരംഭിക്കും. രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത തമിഴ് ചിത്രം അമരൻ ഫീച്ചർ ഫിലിം വിഭാഗത്തിലും കമലേഷ് K. മിശ്ര സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രം കകോരി നോൺ ഫീച്ചർ വിഭാഗത്തിലും ഉദ്ഘാടന ചിത്രങ്ങളാണ്. ഇന്ന് ലോക ഫിഷറീസ് ദിനം. ന്യൂഡൽഹിയിലെ സുഷമ സ്വരാജ് ഭവനിൽ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ദിനാചരണം സംഘടിപ്പിക്കും. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ മൂല്യവർദ്ധന ശക്തിപ്പെടുത്തൽ എന്ന ആശയത്തിലൂന്നിയാണ് ദിനാചരണം. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പരിപാടിയിൽ പങ്കെടുക്കും. 27 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിഥികളായെത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. 20ാമത് G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉടൻ പൂർത്തിയാകുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘത്തെ ഏറ്റുമുട്ടലിൽ കീഴ്പ്പെടുത്തി പഞ്ചാബ് പോലീസ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് വൈകിട്ട് 3-ന് അവസാനിക്കും. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ പനോരമയ്ക്ക് ഇന്ന് തുടക്കം. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ മൂല്യവർദ്ധന ശക്തിപ്പെടുത്തൽ എന്ന ആശയത്തിലൂന്നി ഇന്ന് ലോക ഫിഷറീസ് ദിനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.